കൂട്ടുകാരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളൊരു 100-200 കിലോമീറ്റർ യാത്ര ചെയ്ത് കർണാടകയിൽ എത്തിയിട്ടാണ്. കർണാടക ട്രെൻഡിങ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ നമ്മുടെ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗുണ്ടൽപേട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്തത്. അതിന് കൂടെ നമുക്ക് പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ പൂവും കാര്യങ്ങളൊക്കെ വരുന്നത് ഗുണ്ടൽപേട്ടിൽ നിന്നുണ്ടാവും. അപ്പൊ മൈസൂർക്കൊക്കെ ടൂർ പോകണവർ എന്തായാലും കണ്ടിരിക്കുന്ന സ്ഥലമുണ്ട് ഈ ഗുണ്ടൽപേട്ടും നമ്മുടെ ഹിമവത് ഗോപാലപുരം സ്വാമി എന്നൊക്കെ പറഞ്ഞ ഹിൽ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. അപ്പൊ അവിടേക്കുള്ള യാത്രയും ആ ഗ്രാമ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോലെ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി നമുക്ക് ബന്ദിപ്പൂർ കാട്ടിലൂടെ യാത്ര കേട്ടോ. അങ്ങനെ നമുക്ക് ഗുണ്ടൽപേട്ടും ഹിമവത് ഗോപാലപുരം നമ്മുടെ ഗ്രാമക്കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് മുന്നോട്ടൊരു യാത്ര കേട്ടോ. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഏതെങ്കിലും ഒരു വന്യജീവികളുടെ ദർശനം കിട്ടുന്ന വെച്ചാൽ നമ്മൾ നോക്കിയിരുന്നപ്പോഴാണ് ആദ്യത്തെ ഒരു ദർശനമാണ് കാണട്ടെ നമ്മുടെ കാട്ടാനക്കൂട്ടത്തിന്. അപ്പോൾ റോഡിൻ്റെ അപ്പുറം ഇപ്പുറത്ത് സ്വൈരവികാരം നടത്തിയ പുല്ല് മഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ബന്ദിപ്പൂർ കാട്ടിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾ നിർത്താനുള്ള അലോഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി നിർത്താതെ നമ്മൾ മുന്നോട്ട് പോയി. മോർണിംഗ് നമ്മൾ 7 മണിക്കാണ് ബന്ദിപ്പൂർ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ ചെറിയൊരു പൊടിമഴയും ആ തണവും നമ്മുടെ മാൻ്റെ കൂട്ടൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ബന്ദിപ്പൂർ കാടുകൾ ഒന്നുകൂടി സുന്ദരമാവുന്നുണ്ടോ. ബന്ദിപ്പൂർ കാടുകൾ വിട പറഞ്ഞ് നമ്മൾ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടാ. അപ്പോൾ ഈ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ മലയാള ചിത്രമായ ചന്ദ്രൻ്റെ ദിക്കിലൊക്കെ ഒരുപാട് സീനുകൾ എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൗന്ദര്യദിനൊക്കെയാണ് കേട്ടോ. അപ്പോൾ കർണാടകയിൽ ആദ്യമായിട്ടാണ് നമ്മൾ സൗന്ദര്യദിനൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കാണുന്നത്. ഇവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പുറ ഭാഗങ്ങളൊക്കെ വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സഞ്ചാരികൾ വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ സൗന്ദര്യദിനൊക്കെ നമ്മുടെ ഗ്രാമത്തിലേക്ക് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ ഗ്രാമത്തിലേക്ക് ഒന്ന് പോയോ കേട്ടോ. നമ്മുടെ ഭൂമിയിലെ സമ്പത്തായ ആൾക്കാരുണ്ടായി കാണുന്നത് കേട്ടോ. പുതിയ കാല യന്ത്രത്തിനെ തള്ളിക്കളഞ്ഞതേ പഴയകാല രീതിയിലുള്ള ഗുണ്ടൽപേട്ടിലെ ആൾക്കാർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആവുന്ന മലയാളത്തിൽ നമുക്ക് കൃഷിയെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഓരോ അടുക്കളയിൽ എത്തുന്ന പച്ചക്കറി ഇതുപോലെ അധ്വാനിച്ചിട്ടുണ്ടോ നമുക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കളയുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമി തന്നെ നിൽക്കുന്നതൊക്കെ ഇതുപോലെയുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്ന കാരണം കേട്ടോ നമ്മുടെ ഭൂമിയൊക്കെ നിലനിന്ന് പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുവരെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒന്ന് പോകട്ടെ നമുക്ക്. ഒക്കെ മലയാളികൾക്കൊക്കെ ഓണം ആഘോഷിക്കാനാണെന്ന് എല്ലാവരെ പോലെ ഞങ്ങളും വിചാരിച്ചത്. കേരളത്തിൻ്റെ ഒരു ഓണം ഇവർക്കൊരു വിപണിയേ അല്ല. ഇവിടെയുള്ള പൂക്കളൊക്കെ പെയിൻറ്റിങ് കമ്പനികൾക്കും രാസവസ്തുക്കൾക്കും ഉപയോഗിക്കാനാണ്.
ഇവിടെയൊക്കെ 1% നമ്മുടെ പൂ മാത്രമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരലുള്ളൂ കേട്ടോ. അപ്പോൾ ആ യാഥാർത്ഥ്യം ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. ഏപ്രിൽ വിത്തിറക്കി സെപ്റ്റംബർ മാസത്തിലൂടെ നമ്മുടെ പൂ വിപണി ഇവിടെ അവസാനിക്കുന്നതാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വീണ്ടും പിടിച്ചു നിർത്തണട്ടാ. ഓരോ പൂന്തോട്ടത്തിനും ഓരോ ഭംഗിയായിട്ടാണ് കാണാനില്ലേ. അതിൻ്റെ ഇടയിൽ ആ മരം കൂടിയും പൂന്തോട്ടത്തിൽ ലെങ്ത്തൊക്കെ കാണുമ്പോൾ എന്താ ഭംഗിയില്ലേ. അപ്പോൾ ഇവിടെ ചെറിയ മഴയും ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിട്ടോ ഇവിടുന്ന് പോകാൻ നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഗുണ്ടൽപേട്ട് കാണാത്തവരെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാർഷിക ഗ്രാമമാണ് കേട്ടോ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ആ മല കണ്ട, ആ മലയുടെ ടോപ്പിലേക്കാണ് നമ്മൾ യാത്ര കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടാ ഈ സൂര്യകാന്തി പൂവിൻ്റെ തോട്ടത്തിനുള്ളിൽ നമ്മൾ കിടന്ന് ഇങ്ങനെ മേരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇത് ആർക്ക് വേണമെങ്കിലും വരാട്ടെ. എന്ന് കാരണം നമ്മൾ ചെറിയൊരു എൻട്രി ഫീസ് അടച്ചാൽ മതി. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഇഷ്ടം പോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് അനുമതി തരും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും ഇത് നശിപ്പിക്കരുത്, ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാട്ടോ. അപ്പോൾ ഇതിൻ്റെ 90% വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറയണം. ഇവിടെ ചെറിയൊരു കാലാവസ്ഥ പ്രശ്നമൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ കരിഞ്ഞും കാര്യങ്ങളൊക്കെ പോയിട്ടാ. അപ്പോൾ അതേ കണ്ണത്തെ ദൂരത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂര്യകാന്തി മാത്രമല്ല ചെണ്ടുമല്ലിയും കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹിമവത് ഗോപാലപുരം സമീപം നമുക്ക് മുകളിലേക്ക് പോകട്ടെ. മനസ്സോടെ നമ്മൾ ഈ പൂന്തോട്ടം വിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ടാണ്. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹിമവത് ഗോപാലപുരമൊക്കെ നമുക്ക് അവിടെ നിന്ന് ചിത്രമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ കാലത്ത് 8 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ കേട്ടോ ഇവിടേക്ക് വരാനുള്ള അലൗഡ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് പറഞ്ഞാൽ 2 സൈഡ് വരുന്നത് നമുക്ക് ഒരാൾക്ക് 60 രൂപ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കർണാടകയുടെ ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെ ചെമ്പൂത്തായ മല കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ബന്ദിപ്പൂർ ഫോറസ്റ്റിലെ ഏറ്റവും ഹൈറ്റുള്ള മലയാണ് കേട്ടോ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1550 മീറ്ററാണ് കേട്ടോ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിക്കായാലും കൊടൈക്കനാലൊക്കെ ആയാലും നമ്മൾക്ക് ഇതുപോലെ തണവൊക്കെ ആസ്വദിക്കുക 10-30 കിലോമീറ്റർ ചുരുങ്ങിയതെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് പോകണമെങ്കിൽ. അപ്പോൾ എന്നെ ഇതിൽ വേർപ്പെടുത്തുന്നത് വെച്ചാൽ ഇതിൽ 5 കിലോമീറ്റർ മാത്രമല്ല നമുക്ക് ഈ ഗോപാലപുരം പോയി കഴിഞ്ഞാൽ നമുക്ക് തണുത്തിങ്ങനെ വരച്ച് നമുക്ക് കോടയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരാം കേട്ടോ. തമിഴ്നാടിൻ്റെ കാറ്റും കേരളത്തിൻ്റെ പൊടിമഴയും കർണാടകയുടെ തണവൊക്കെ കൂടി ചെല്ലുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. ഇതാണ് വൈബ് എന്ന് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും ഈ തണവ് നിൽക്കേണ്ട കാരണം എന്ന് പറയുന്നത് നീലഗിരി കുന്നുകൾ സമീപത്തുള്ള കാരണം കേട്ടോ എപ്പോഴും ഈ തണവും കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യും തോറും നമുക്ക് ഫ്രണ്ടിലുള്ള കാഴ്ചകളൊക്കെ മറഞ്ഞു പോയി തുടങ്ങി കേട്ടോ, മഞ്ഞ് കാറുണ്ട്. അങ്ങനെ നമ്മൾ പ്രത്യേക ഒരു വൈബിൽ ഇങ്ങനെ നമ്മൾ കാട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഹിൽ സ്റ്റേഷൻ്റെ മുകളിലെത്തിയപ്പോൾ കാണുന്ന ഒരു കാഴ്ച കേട്ടെ ഏതൊരു സ്വപ്ന ലോകത്ത് എത്തിയ പോലെയാണ് കേട്ടോ കാണുന്ന കാഴ്ച എന്നൊക്കെ പറയാം. നമ്മുടെ ഫെൻസിങ് ഒക്കെ കേട്ടോ ഈ അമ്പലത്തിൻ്റെ ചുറ്റൊക്കെ ഇട്ടണത്. നോക്കിയ മക്കളെ ഇതൊക്കെ കാണാണ്ട് പോയിരുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. എല്ലാവരും വന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും ഗുണ്ടൽപേട്ടിലെ ഈ ഹിമവത് ഗോപാലപുരം എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഈ ക്യൂ ഒക്കെ നമുക്ക് റിട്ടേൺ പോകുന്ന ആൾക്കാർ ഇങ്ങനെ വരി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷ്ണ ഭഗവാനായിട്ട് എപ്പോഴും ഫുൾ വൈബിൽ തന്നെയാണ് കേട്ടോ. കൃഷ്ണനും ജാതിയൊക്കെ ഇവിടെ തടവ് കൊണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ജാതി ഭേദങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും വന്നിട്ട് ഈ ഭഗവാനെ നമുക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു രക്ഷയില്ല കേട്ടോ. ഈ ക്ഷേത്രം സദാസമയം മഞ്ഞ് പുതഞ്ഞിട്ടായിരിക്കും കേട്ടോ കിടക്കണ്ടായിരിക്കാം. ഈ തീർത്ഥാടകരെ പുണ്യഭൂമിയാണ് ഈ കാണുന്നത്. മിക്കപ്പോഴും മഞ്ഞിനിടയിൽ കൂടെ കേട്ടോ ഈ ഗോപാലപുരം സ്വാമിയെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. 14-ാം നൂറ്റാണ്ടിലാണ് മജണ്ട രാജവംശം പണികഴിപ്പിക്കുന്നത് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചുറ്റും പുൽമേടുകളും കാടുകളും ഉള്ള കാരണം ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് വന്യജീവികളെ സ്പോട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ വരി നിന്ന് കഞ്ഞിയൊക്കെ മേടിച്ച് നമ്മൾ ആ തണവിലൂടെ ആ ചൂടുള്ള കഞ്ഞി കുടിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം തന്നെയാട്ടോ. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്നാലും നമുക്ക് ആനകൾ എപ്പോൾ വേണമെങ്കിലും കൂട്ടത്തോടെ ഇങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് വരും കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഗുണ്ടൽപേട്ട് ഗ്രാമങ്ങളും പൂക്കൃഷികളൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ പച്ച പർവ്വതാനി വിരിച്ചിട്ടുള്ളിൽ കൂടെ നമ്മുടെ കർണാടക ട്രാൻസ്പോർട്ട് ചുരം കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടി പ്രകൃതി കുറച്ച് നേരത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ല ക്ലിയറായ ഭാഗങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതൊക്കെ നിറച്ച് ഫെൻസിങ്ങനെ കാണും കേട്ടോ. അപ്പോൾ ഇവിടെ കാട്ടാനകളും ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് കാട്ടുപോത്തുകളും കടുവകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ താഴ്വാരത്തെ കാണുന്ന അടിവാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ബന്ദിപ്പൂർ കാടുകളൊക്കെ ഉണ്ട് കാണും കേട്ടോ. അപ്പോൾ അടുത്ത മഞ്ഞും കാര്യങ്ങളൊക്കെ ദേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞ രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ 4 മണി ആയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെ പൂജാരി വരെ കുന്നിറങ്ങി പോകട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യന്മാരുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കും. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വിസൽ നാദം കേട്ടുട്ടാ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയപരിധിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോറസ്റ്റ് അധികാരികൾ ഇവിടുന്ന് കുന്നിറക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. അങ്ങനെ ഗുണ്ടൽപേട്ട് താഴ്വാരങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും നമുക്ക് മതിയാവാണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഒന്നും കൂടി നമ്മുടെ ക്യാമറ തിരിച്ച് കാണുന്ന ഒരു ഭംഗിയാണ് കേട്ടോ കാണുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഓണക്കാലത്ത് എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലങ്ങൾ കേട്ടോ എല്ലാവരോടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരിക്കുമ്പോൾ ഗോപാലപുരം നമ്മുടെ ഗുണ്ടൽപേട്ട് കാർഷിക ഗ്രാമമൊക്കെ കണ്ടു കാഴ്ചകളൊക്കെ കണ്ടത് കോടമഞ്ഞ് അടുത്ത് വന്നു കേട്ടോ. നമ്മൾ ഈ കുന്നിനോട് വിട പറയാനായിട്ട് ട്രാൻസ്പോർട്ടും കാത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഈ കൊല്ലത്തെ ആശംസകളൊക്കെ പറഞ്ഞ് ഓണാശംസകളൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും കുന്നിറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ കുന്നിറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മുടെ ഭഗവാന്റെ അടുത്തേക്കുള്ള പോക്കാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഒറ്റക്കൊമ്പൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ.